Hello everyone, welcome back to our new video. ഇന്ന് നമ്മൾ പോണത് കേരളത്തിലെ രണ്ടാമത്തെ കടുവ സങ്കേതമായ പറമ്പിക്കുളത്തേക്ക് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു ബസ് സഫാരി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്. നമ്മൾ കാടിനെയൊക്കെ അറിഞ്ഞ് വന്യമൃഗങ്ങളെ കൊണ്ടൊരു യാത്ര കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോഴേ നമ്മൾ പോകുന്ന നേരെ ഫ്രണ്ടിൽ കാണുന്ന ബസ്സിൽ അതിനാട്ടോ നമ്മൾ സ്വന്തം വണ്ടിക്ക് വന്നിട്ട് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യണം. ഈ സ്ഥലത്തിൻ്റെ പേര് ആനപ്പാടി എന്നാട്ടോ. ഇവിടെയാണ് ഇൻഫർമേഷൻ സെൻറ്ററും അതുപോലെ നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ട സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഈ ബസ്സിന് കയറാനായിട്ട്. ഏകദേശം ഒരാൾക്ക് അവർ 300 രൂപയായിട്ട് ഈടാക്കുന്നത്. രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. മിനിമം 12 പേരുണ്ടെങ്കിലാണ് ബസ് എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ മിനിമം നമ്പർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 2 പേരെ ഉള്ളെങ്കിൽ ബാക്കി 10 പേരെ ടിക്കറ്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് ഈ ബസ്സിൽ വരെ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമ്മുടെ യാത്ര തുടങ്ങി കേട്ടോ. ഏകദേശം 53 കിലോമീറ്റർ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് കവർ ചെയ്ത് വരും. അപ്പോൾ നമുക്ക് ലക്കുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് നമുക്ക് വന്യമൃഗങ്ങളെ കാണാൻ പറ്റും കേട്ടോ. അതുമാത്രമല്ല നമുക്ക് കാടിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ള കേട്ടോ ഏറ്റവും വലിയൊരു കാര്യം. ഇവരിതിനകത്ത് പറയുന്നതുകൊണ്ട് മൃഗങ്ങളെ കാണാമെന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല. നമ്മൾ കുറച്ചെങ്കിൽ വന്നപ്പോഴത്തേക്ക് ഈ വനത്തിൽ പണിക്ക് ട്രൈബ്സൊക്കെ വണ്ടിയിലേക്ക് കയറി കേട്ടോ. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു പഴം കിട്ടി. ഇത് കഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചുമല കളറിൽ ഇങ്ങനെ വരും. അത് കഴിച്ചത് നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ കാട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ആദ്യമത്തെ സൈറ്റിങ് കിട്ടി കേട്ടോ. ഒരു കൂട്ടം മാൻ. ഇവരെപ്പോഴും ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ തന്നെ കാണുകയുള്ളൂ. അപ്പോൾ അവിടെ നേരെ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഈ കാണുന്ന തൂണക്കടവ് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗങ്ങളൊക്കെയാണ്. അതുമല്ല ഈ വരുന്ന വഴിക്ക് മൊത്തം തേക്കും കാടുകളൊക്കെയാണ്. അതുപോലെ ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയില്ലേ, നമ്മളെപ്പോലെ സഫാരി കഴിഞ്ഞിട്ട് തിരിച്ചു തന്നെ വണ്ടിയാണ് കേട്ടോ. ഈ കാണുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻ്റ് ആട്ടോ. ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ വണ്ടി കയറിയില്ല, നമ്മുടെ വണ്ടിയിൽ അവരൊക്കെ ഇവിടെ ഇറങ്ങി ഉണ്ട്. അതിനുശേഷം അവരെ ഇറക്കിയിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. കുറച്ചുകൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അമ്പലമൊക്കെ നമുക്കൊരു സൈഡിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇതുകൊണ്ട് ഒരു ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പെർമിഷൻ ഇല്ല, നേരെ വഴിക്കൂടെ വരിക. നമ്മളിവിടേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരുപാട് തേക്ക് മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാലാണ് കാട് പോലെ. അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ ഉണ്ടാകുന്ന മരങ്ങളെല്ലാം വെട്ടി കടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി അവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വീണ്ടും ഇതേപോലെ ഇവിടെ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഇത്രയും തേക്ക് മരങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമ്മൾ ആദ്യമത്തെ വ്യൂ പോയിന്റിലെത്തി കേട്ടോ. ഈ കാണുന്നതാണ് തൂണക്കടവ് ഡാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങി ഇതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഈ ഡാമേ കേരളത്തിലാണ് സ്ഥിതി ചെയ്യണമെങ്കിൽ ഇത് മാനേജ് ചെയ്യുന്നത് തമിഴ്നാട് കേട്ടോ. അതിന് കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ വെള്ളം സർക്കാർ പതി ടണൽ വഴി നേരെ ആളിയാർ ഡാമിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് ആനമല തുറന്ന് ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ടണലുണ്ടാക്കി ബാക്കി കനാൽ വഴിയാണ് ആളിയാർ ഡാമിലെത്തുന്നത്. ഇതൊരു വലിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഡാമാണ്. PAPA എന്നും പറഞ്ഞ്, അതായത് പറമ്പിക്കുളം ആളിയാർ പ്രോജക്റ്റ് എന്നും പറഞ്ഞിട്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് റിസർവോയറിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടോ. ഇവിടെ ഒരുപാട് മുതലുകളൊക്കെ ഉള്ള ഡാമാട്ടോ. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ആ പുറയിലെ വെസ്റ്റേൺ ഘട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ. ഇവിടെ 2 ആൾക്കാർ. ഇവിടെ നല്ല കുരങ്ങിൻ്റെ ശല്യമുണ്ട് കേട്ടോ. ഈ ഡാമിൻ്റെ മറുസൈഡിലൊരു കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ ഡാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടോ. ഇത് കണ്ടോ, നേരെ താഴെ ഒരു പാലം പോലെ അതുകൊണ്ടില്ലേ, അതിലെ കൂടെ ആട്ടോ നമ്മളിനി അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുന്നത്. അന്നേരം അവിടെ നിന്നുള്ളൊരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകും കേട്ടോ. നമുക്കിനി ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ചില്ലേ ആ പാലത്തെ കൂടെ നമ്മളിനി പോകാനുള്ളത്. ഇത് നമ്മൾ ആ പാലത്തേക്ക് കയറുവാണ്. കയറി കഴിയുമ്പോഴത്തേക്ക് ഡാമിൻ്റെ ഒരു വ്യൂ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, അടിപൊളിയല്ലേ. ഇപ്പം വെള്ളം ഉണ്ടായിരുന്ന സമയമായിരുന്നില്ലേ, ആ ഷട്ടറിൽ കൂടെ ഇങ്ങനെ വെള്ളം ചാടി ഇതിൽ ഒഴുകി പോകുന്ന നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഡാമിൻ്റെ ആ ഒരു ചരുവിൽ തന്നെ ഒരു കൂട്ടം മാൻ നിന്ന് പുല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടെ. ഇനിയിപ്പോൾ കുറേ കയറ്റവും ഹെയർ പിന്നും വളവും കാര്യങ്ങളൊക്കെ ആട്ടോ ഉള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു ഹെയർ പിന്നിലേക്ക് നമ്മൾ കയറുന്നത്. അപ്പോൾ അന്നേരത്തേക്കുള്ളൊരു വ്യൂ കണ്ടോ, ഒരു വലിയ പാറയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടോ. അടിപൊളിയല്ലേ. ഒരു നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ പറമ്പിക്കുളത്ത് വരുവാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് വന്നു. നമ്മളിപ്പോൾ കണ്ട തൂണക്കടവ് ഡാമില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വിദൂര ദൃശ്യം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതേ കണ്ടോ, ആ കാണുന്നതാണ് നമ്മൾ ആദ്യമേ നിന്നില്ലേ, ആ ഡാമാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ച കണ്ട് ഞാൻ തിരിച്ച് വണ്ടി കയറി കേട്ടോ. ഈ വണ്ടി ഇപ്പോൾ ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പ് ആയതുകൊണ്ട് നിറച്ചും ആളുണ്ട് കണ്ടോ. നമ്മൾ ഡ്രൈവറാണെങ്കിലും നല്ല കമ്പനിയാണ്. പിന്നെ കൂടുതൽ ഒരു ഗൈഡ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഗൈഡും ഇല്ല, ഡ്രൈവർ ചേട്ടൻ തന്നെയാണ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. വീണ്ടും നമ്മളൊരു നിരപ്പായ ഒരു പ്രദേശത്തേക്ക് വന്നു. ഇതിന് മുന്നേ കുറേ ഹെയർ പിൻ വളവുകളും കുറേ കയറ്റേ കയറി. അപ്പോൾ നമ്മൾ മേളിലേക്ക് നമുക്കൊരു കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്. കാട്ടുപോത്തല്ല, കാട്ടി.
നമ്മുടെ ബീഹാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകളുള്ള നമ്മുടെ പറമ്പിക്കുളത്താണെന്ന് പറയപ്പെടുന്നത്. ഏകദേശം 1300 കിലോ തൂക്കം വരും ഇവറ്റകൾക്ക്. നമ്മൾ വീണ്ടും ഒരു ഡൈവേഷൻ കാണുന്നുണ്ട്, നമ്മൾ അങ്ങോട്ട് തിരിയാൻ നേരെ പോകണം. അപ്പോൾ നമ്മൾ നേരെ പറമ്പിക്കുളത്ത് എത്തി കേട്ടോ. നമ്മൾ ബസ്സിനൊക്കെ വരുവാണെങ്കിൽ, അത് നമ്മുടെ KSRTCക്ക് വന്നാലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ബസ്സിൽ വന്നാലോ നമുക്ക് മാക്സിമം ഇവിടം വരെ വരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബസ് സഫാരി എടുക്കാതെ വേണമെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ബസ്സിന് തന്നെ വന്ന് ഇവിടെ ഇറങ്ങിയിട്ട് ആ ബസ്സിന് തന്നെ തിരിച്ചു പോകുന്ന സ്കീമുണ്ട്. അല്ലെങ്കിൽ നേരെ ആനപ്പാടിയിൽ ഇറങ്ങുവാണെങ്കിൽ അവിടെ നിന്ന് ഈ ബസ് സഫാരി എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം 6:40 ലാസ്റ്റ് TNRCയുടെ ഒരു ബസ്സുണ്ട്. ഇത് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് നിങ്ങൾ കണ്ടോ, നമ്മുടെ കാടിനകത്തെ പോസ്റ്റ് ഓഫീസ്. ആ ബസ്സിന് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും. അത് നേരെ പൊള്ളാച്ചി വരെ ഉള്ളു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു പ്രത്യേക വൈബുള്ളൊരു സ്ഥലം കേട്ടോ. ഇതാട്ടോ പെൺമയിൽ. നമ്മളെപ്പോഴും ആൺമയിലിനല്ലേ കാണിക്കാത്തുള്ളൂ. പെൺമയിലിന് ആൺമയിലിനെ കൊണ്ട് മറ്റേപാട് പീലിയൊന്നുമില്ല, വേറെ ഡിഫറെൻറ്റ് കളറൊക്കെ ആയിരിക്കും കണ്ടോ. അത്ര ഭംഗിയില്ല നോക്കി. അപ്പോൾ ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടിയിലുള്ള എല്ലാവരും തന്നെ ഇറങ്ങി കേട്ടോ. ഇവിടെ അത്യാവശ്യം നമുക്ക് ചായ കുടിക്കാനും കഴിക്കാനുമുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ പറമ്പിക്കുളം ഡാമിൻ്റെ ഭാഗത്തേക്ക് വേണം. അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരും. ഇവിടെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട് കേട്ടോ. അവർ ജീവിക്കുന്ന കൂടുതലും നമ്മുടെ വനത്തിലെ വിഭവങ്ങളൊക്കെ എടുത്തും അതിലെ ഡാമിലെ മീൻ പിടിച്ചും അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്. നേരെ ഫ്രണ്ടിൽ ഒരു സ്തൂപം കാണുന്നുണ്ട്. അതെന്താണെന്ന് അറിയുന്ന ഒരു വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഞാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ പറമ്പിക്കുളം ഡാമിൻ്റെ ഭാഗത്തേക്ക് പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നതിൻ്റെ 2 സൈഡിലായിട്ട് ഒരുപാട് അവരുടെ വീടുകളൊക്കെ ആണ്, ഇവിടുത്തെ സെറ്റിൽമെൻറ്റിലുള്ളവർ കണ്ടോ. ഈ സൈഡിലേക്ക് കാഴ്ച നല്ല രസമുണ്ടല്ലോ, അതിൻ്റെ കളർഫുള്ളായിട്ട് ഇങ്ങനെ ഒരു വ്യൂ കാണാനായിട്ട്. നമ്മൾ നേരെ പറമ്പിക്കുളം ഡാമിൻ്റെ അവിടെ എത്തിയിട്ട് നമുക്ക് മാക്സിമം ഇവിടം വരെ കേട്ടോ വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ വേറൊരു ട്രക്കിംഗ് പ്രോഗ്രാം നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം കേട്ടോ. നമ്മുടെ ബാക്കി ട്രക്കിംഗ് പ്രോഗ്രാമുകളെല്ലാം നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വരാം. ഈ ഒരു ബസ് സഫാരി മാത്രമേ ഇവിടെ നമുക്ക് വന്നിട്ട് മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇവിടെ വരുന്ന ഒരു 90% ആൾക്കാരും ഈ ബസ് സഫാരി എടുത്തിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഏകദേശം 53 കിലോമീറ്റർ ഉണ്ട്, 3 മണിക്കൂർ നമുക്ക് കാണാനുമുണ്ട്. മാക്സിമം നമുക്ക് വണ്ടിയിൽ ഇവിടം വരെ കേട്ടോ വരാൻ പറ്റത്തുള്ളൂ. നേരെ അങ്ങോട്ട് റോഡുണ്ട്, അത് പക്ഷേ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, അവിടെ ക്ലോസ്ഡ് ഏരിയ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ അതുപോലെ നമുക്ക് ഡാമിൻ്റെ ഉള്ളിലും കയറാൻ പറ്റത്തില്ല. ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്. ഡാമിൻ്റെ ഫ്രണ്ട് വശത്തെ ഒരു വ്യൂ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ ഡാമിൽ വെള്ളം കുറവാട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷേ വഴിയൊക്കെ നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റുകാർ വല്ല ഡാമിൻ്റെ വല്ല സെർച്ച് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്ന വഴിയായിരിക്കും. ഇത് ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ടിരിക്കുക. പക്ഷെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റിൻ്റെ ഓഫീസർമാർ പോകുന്ന ഞാൻ കണ്ടായിരുന്നു. നല്ല രസമില്ല കാണാനായിട്ട്. അതിൻ്റെ ബാക്കിൽ ആ വെസ്റ്റേൺ ഗഡ് മലനിരകളൊക്കെ നിങ്ങൾ കണ്ടോ. എന്തായാലും നമ്മൾ അങ്ങ് ദൂരെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ മൃഗങ്ങളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ള സ്ഥലങ്ങളൊക്കെ കേട്ടോ. ഒരു ചങ്ങാടം കിടക്കുന്നുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. ഇതുപോലത്തെ ഉള്ള ഭാഗങ്ങളൊക്കെ ഇല്ലേ, ഇവിടെ ചിലപ്പോൾ ആന അല്ലെങ്കിൽ മാനൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഇന്ന് നമുക്ക് എന്തായാലും അങ്ങനെ ഒരു യോഗം ഇല്ലെന്ന് തോന്നണേ. വരുന്ന വഴിക്ക് എന്തായാലും നമുക്കൊരു കാട്ടുപോത്തിനെയും മാനേയും കാണാൻ പറ്റി. ഇതുണ്ട് ഡാമിൻ്റെ അവിടെ സൈഡിലേക്ക് ഇറങ്ങാനുള്ള വഴികളൊക്കെ ഇട്ടാണ്. നല്ല അടിപൊളിയൊരു സ്ഥലമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കാം ആൻഡ് ക്വയറ്റ് സ്ഥലം. നല്ലൊരു വായു ശ്വസിച്ച് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഒരിക്കലും നഷ്ടമല്ല. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ തിരിച്ചിറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യമേ കാണിച്ചിരുന്നൊരു ഹെയർ പിന്നില്ല, അതൊക്കെ കഴിഞ്ഞ് ഇതാട്ടോ തമിഴ്നാടിൻ്റെ ഒരു ബസ്സാണ്. ഈ വണ്ടിയാണ് 6:40 തിരിച്ചു പോകുന്നത്. ഫുള്ള് ആളാണ് വണ്ടിയിൽ നോക്കി. അപ്പോൾ നിങ്ങളുടെ യാത്ര നിങ്ങൾ ബസ്സിന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഈ ബസ്സിന് പോകുന്ന രീതി ചെയ്താൽ മതി. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പൊള്ളാച്ചി വരെയുള്ള ഈ ബസ്, അവിടെ നമ്മൾ അടുത്ത വണ്ടി പിടിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്ക് വീണ്ടും കാട്ടുപോത്തിനെ നമുക്ക് കാണാൻ പറ്റി കേട്ടോ. ഇവർക്ക് കാണാൻ ഒരു പേടിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഭീകര ലുക്കൊക്കെ ഉണ്ട്, നമ്മൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നവർക്കും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യത്തുന്നില്ല. ഇവരെ നമ്മൾ അങ്ങോട്ട് വല്ലതും ഉപദ്രവിക്കാൻ ചെന്നാലൊക്കെ മാത്രമാണ് അവർ സ്വയം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ഇടിച്ചു മറിച്ചു. അല്ലെങ്കിൽ അവർ സൈഡിൽ നിന്ന് പുല്ലൊക്കെ കഴിച്ച് അങ്ങ് പോകും. അല്ലെങ്കിൽ അവർ ഓടി കാടിനകത്ത് കയറത്തേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെ കുറച്ചിങ് വന്നപ്പോൾ ദൂരെ ഒരു ആനയെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈഡിലായിട്ട് ഒരു കൂട്ടം കാട്ടുപോത്തും ഉണ്ട് കേട്ടോ. കണ്ടോ ആന ഓടിപ്പോകുന്നുണ്ടോ? അത് നമ്മളെ കണ്ടോ ഓടി. എല്ലാം അടിപൊളിയൊരു കൊമ്പനായിരുന്നു, പക്ഷേ അത് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റില്ല. കണ്ടോ പേടിച്ച് ഓടാൻ. അവൻ്റെ വാലൊക്കെ ഇരിക്കുന്നുണ്ട് ചുരുട്ടി പിടിച്ചിട്ട്. പേടിച്ചിട്ടാട്ടോ അവർ അവിടെ ദൂരം മറിഞ്ഞ് നിൽക്കുക. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം കേട്ടോ. കാണാൻ പറ്റുമോ, അവൻ ഇറങ്ങി വരുമോ എന്ന് നോക്കാം. നമ്മൾ കുറേ നേരം നിന്നിട്ട് അവൻ വന്നില്ല. ഞാൻ നിങ്ങളോട് ആദ്യമേ കാട്ടുപോത്ത് എന്നുള്ളത്, ശരിക്കും ഇത് കാട്ടി കേട്ടോ, അല്ലെ ഇന്ത്യൻ വൈൽഡ് ഗൗർ എന്നൊക്കെ അതിനെ അറിയപ്പെടുന്നത്. കണ്ടോ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ആന വന്ന ലക്ഷണമൊന്നുമില്ല. പുള്ളി ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ വൈകുന്നേരം സമയം ആയപ്പോഴത്തേക്ക് ഇവരെല്ലാം തെളിഞ്ഞ സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഈ പുലിക്കും കടുവയ്ക്കൊക്കെ ഇവരുടെ ഇറച്ചി കേട്ടോ ഏറ്റവും ഇഷ്ടം. അത് കാരണം ഇവരെല്ലാവരും കൂട്ടത്തോടെ നിൽക്കുള്ളൂ. അതുപോലെ തെളിഞ്ഞ സ്ഥലത്താണ് വന്ന് നിൽക്കുള്ളൂ. അതാകുമ്പോൾ എവിടെ നിന്നെങ്കിലും വന്യമൃഗങ്ങൾ ഇവരെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചിഹ്നം വിളി കേട്ടോ, അവൻ കാടിനകത്തേക്ക് കയറിപ്പോയി. പറഞ്ഞ കാര്യം വിട്ടുപോയി. പുലി കടുവയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരെ കന്നിമരത്തേക്കിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ. അപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരു സർപ്പൻ്റ് ഈഗിൾ ഇരിക്കുന്നുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്തു, പക്ഷെ അവൻ തിരിഞ്ഞ് നമുക്ക് ഫേസ് ചെയ്ത് തന്നില്ല. ഈ കാണുന്ന കേട്ടോ കന്നിമരത്തേക്ക് ഏകദേശം 470 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ഇതിൻ്റെ പഴക്കം അറിയണമെങ്കിൽ ഈ മരം കട്ട് ചെയ്ത് നോക്കണം. കട്ട് ചെയ്തിട്ട് അതിനകത്ത് വളയങ്ങളുണ്ട്. അതിങ്ങനെ എണ്ണിക്കഴിയുമ്പോഴാണ് അതിൻ്റെ പ്രായം നമുക്ക് അറിയാൻ പറ്റുന്നത്. അതിൻ്റെ സൈസ് നിങ്ങൾ കണ്ടോ. ഇപ്പം ഇതിൻ്റെ പ്രായം കണക്കാക്കണമെങ്കിൽ മരം വെട്ടണം. പക്ഷെ മരം വെട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി ഈ മരം ഇല്ലാതാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള തേക്ക് ഇതാട്ടോ. ഇതിന് 1994 മഹാവൃക്ഷ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ കന്നിമരത്തേക്കിൻ്റെ കാഴ്ചയെല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു സാമ്പാർ ഡീറൊക്കെ നിൽക്കുന്നുണ്ടോ. ഇതൊരു ഗ്രൗണ്ട് പോലത്തെ പ്രദേശമാട്ടോ. അതേ ഒരു കാട്ടി പോകുന്നുണ്ടോ. അവൻ്റെ പോക്കുണ്ട്, എന്ത് ജാടയോടുകൂടിയാണ് പോകണമെന്ന് നോക്കിയോ. അവൻ്റെ മസിൽസൊക്കെ ഇരിക്കുന്നുണ്ടോ. ഇതേ നിൽക്കുന്നുണ്ട് ഒരു കാട്ടിയുടെ കുഞ്ഞിനെ. ശരിക്കും പശുക്കുഞ്ഞുങ്ങളെ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഇത് ശരിക്കും പശു കുടുംബത്തിൽ തന്നെ പെട്ടതാട്ടോ. കാട്ടുപോത്തെന്ന് പറഞ്ഞത് വേറെയാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ തന്നെ അറിയത്തില്ല. ഇത് വലുതാകുമ്പോഴാണ് ഈ ഇത്രയും കളറിലേക്ക് വന്നത്, അതായത് ബ്ലാക്ക് കളറിലേക്ക് മാറുന്നത്. ഇതേ റോട്ടിൽ കൂടെയൊക്കെ ഇവർ പോകുന്നുണ്ടോ. ഒരു കൂസലും ഇല്ലാതെ കേട്ടോ പോകുന്നത്. വേണമെങ്കിൽ നിങ്ങൾ വണ്ടി മാറ്റിക്കൊണ്ട് പോകുന്നുള്ള രീതിയിൽ. ഇതെല്ലാവരും ഈ ഗ്രൗണ്ടിലേക്ക് വന്ന് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു കാഴ്ച കണ്ണു കിളക്കുന്നത് ഈ മരത്തിന്റെ പുറകിലുണ്ട്. വേണ്ട വേണ്ട കണ്ണുകൾ 2 റൗണ്ടെന്ന് തോന്നുന്നു. 2 റൗണ്ട് ദേ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരെണ്ണം. ഒന്നും കൂടി ബാക്കിലെടുക്കുമോ. പോയി കണ്ണ് കാണാനില്ല. ഇപ്പുറത്തുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ കുറേ വന്നപ്പോഴത്തേക്ക് ഒരു കരടീനെ കാണാൻ പറ്റി. അപ്പോൾ അതിനെ നോക്കിയാണ് അവിടെ നിന്നത്. അപ്പോൾ ഇതേ തിരിച്ചു പോകുന്ന വഴി കാട്ടുപോത്ത് അതുപോലെ കാട്ടുപന്നിയൊക്കെ ഇറങ്ങി നടക്കുന്നതാണ്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കൊണ്ട് നമ്മുടെ ഈ വീഡിയോ നിർത്തുവാണ്. നമുക്ക് അടുത്ത ദിവസം കിടിലം വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് കൊണ്ട് വീഡിയോ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ.